ഡോക്ടർ പി അജിത് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അജിത് കുമാർ, ഇന്ത്യയുടെ സ്പിൻ പട അതിനെ നേരിടാൻ എത്രത്തോളം കെൽപ്പുണ്ട് ന്യൂസിലാൻഡിന്റെ ബാറ്റർമാർക്ക്? എന്താണ് താങ്കൾ ഒരു സാധ്യത കാണുന്നത്? ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് പടയെ തകർത്തെറിയാൻ കെൽപ്പുള്ള സ്പിന്നർമാരല്ലേ നമുക്കുള്ളത്? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരം ഇന്ത്യ പാകിസ്ഥാൻ കളിച്ച ആ പിച്ചിലാണെന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ പിച്ച് തീർച്ചയായിട്ടും സ്പിന്നിന് അനുകൂലമായിരുന്നു. അന്ന് നമ്മൾ 3 സ്പിന്നേഴ്സിനെ കളിപ്പിച്ചുള്ളൂ. വരുൺ കളിക്കാത്തൊരു മാച്ചാണത്. ഹർഷിത്താണ് അന്ന് കളിച്ചത്. വരുൺ കളിച്ചത് ന്യൂസിലാൻഡിലെ ആദ്യത്തെ മത്സരത്തിലാണ്. അപ്പൊ ഇന്ന് 4 സ്പിന്നേഴ്സിനെയും കളിപ്പിക്കും തന്നെയാണ് എന്റെ ഒരു അനുമാനം. കാരണം ഈ വിക്കറ്റില്, പ്രത്യേകിച്ച് നമ്മൾ പാകിസ്ഥാനായിട്ട് കളിച്ച വിക്കറ്റില് സ്പിന്നേഴ്സിന് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ഉണ്ടാവും. ചേഞ്ച് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുൽദീപ് കണ്ടിന്യൂ ചെയ്യും. കാരണം കുൽദീപ് ഒരു ലെഫ്റ്റ് ആം ടോപ്പ് സ്പിന്നറാണ്. ആക്ച്വലി നമ്മുടെ 3 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് 3 വെറൈറ്റിയാണ്. എല്ലാവരും ഒരേപോലെ പൊളിയുന്നവരല്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു ടോപ്പ് സ്പിന്നർ എന്ന നിലയിൽ തീർച്ചയായിട്ടും കുൽദീപിനെ അവർ എടുക്കും തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ശരിക്കും ഇന്ന് കളി നടക്കാൻ പോകുന്നത് ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻ വേഴ്സസ് ഇന്ത്യൻ സ്പിന്നേഴ്സ് ആണ്. അതുകൊണ്ടാണല്ലോ അവരിപ്പോ 7ാമത്തെ ഒരു ബാറ്റ്സ്മാൻ എടുക്കാനായിട്ട് ആലോചിക്കുന്നത്. കാരണം ഇന്ന് മാറ്റ് ഹെൻറി ഇത്തിരി ഡൗട്ട്ഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. മാറ്റ് ഹെൻറിക്ക് പകരം അവര് സ്മിത്തിനല്ലേ എടുക്കാൻ പോണത്. അവരെടുക്കാൻ പോണത് കോൺവേ ആണെന്നാണ് ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ കാലത്തുള്ള ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാണ്, ഇപ്പൊ കോൺവേ വരാനാണ് കൂടുതൽ സാധ്യത. അപ്പൊ 7 ബാറ്റ്സ്മാൻ ആവുമ്പോൾ നാച്ചുറലി ഗ്ലെൻ ഫിലിപ്സും രച്ചിൻ രവീന്ദ്രയും ഇന്ന് 10 ഓവർ ബോൾ ചെയ്യേണ്ടി വരും. കാരണം മറ്റുള്ളവർ 4 പേരുണ്ട്. ബ്രേസ്വെലും സാൻഡറും റൂർക്കും ജാമിസനും ബോൾ ചെയ്യാൻ 4 ബോളേഴ്സ് കൊണ്ട് അവർ കളിക്കാൻ സാധ്യതയുണ്ടെന്ന്. പിന്നെ അവരിപ്പോ എന്തായാലും അവരുടെ ബാറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഒരു ബോൾ ഇപ്പൊ എല്ലാ മത്സരങ്ങളും നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാം. അവർ ആദ്യം ബാറ്റ് ചെയ്തിട്ട് നല്ല ഹ്യൂജ് സ്കോർ എടുക്കുക. പ്രത്യേകിച്ച് പാകിസ്ഥാനായിട്ടും സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള മത്സരങ്ങൾ നമ്മൾ കണ്ടു. അവർ ഹ്യൂജ് സ്കോർ എടുത്തിട്ട് ടീം ജയിച്ചു. മാത്രമല്ല ബംഗ്ലാദേശായിട്ട് അവർക്ക് പിന്നെ ബംഗ്ലാദേശ് 246 ഓൾ ഔട്ട് ആയതുകൊണ്ട് അവർക്ക് 5 വിക്കറ്റ് വിക്ടറി അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. ആകെ അവരുടെ ബാറ്റിംഗ് ഫെയിൽ ചെയ്ത് ഇന്ത്യയുടെ അടുത്ത് മാത്രമാണ്. അവർ മറ്റെല്ലാവരും അവർ ബാറ്റിംഗ് ഫെയിൽ ചെയ്തില്ല. ഇന്ത്യയുടെ അടുത്തും കംപ്ലീറ്റ് ഫെയിലിയർ പറയുന്നത്. കാരണം കെയ്ൻ വില്യംസൺ നല്ലൊരു ഇന്നിങ്സ് എടുത്ത് അദ്ദേഹം തിരിച്ച് ഫോമിലേക്ക് വന്നു. ആദ്യത്തെ 2 മത്സരങ്ങളിൽ ഇത്രയും മങ്ങിയ ഫോമിലുള്ള കെയ്ൻ വില്യംസിന് നല്ല ഫോമിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുണ്ടായി. പക്ഷെ ദുബായ് വിക്കറ്റിൽ എനിക്ക് തോന്നി, പ്രത്യേകിച്ച് നമ്മൾ പാകിസ്ഥാനായിട്ട് കളിച്ച വിക്കറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 4 സ്പിന്നേഴ്സുമായിട്ടും വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റുന്ന യാതൊരു സാധ്യത ഇല്ലെന്നാണ് എന്റെ ഫീലിംഗ്. അതാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിച്ച അതേ വിക്കറ്റ് തന്നെയാണ്. 7 വിക്കറ്റുകൾ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. അതിലേറ്റവും ഒത്ത നടുക്കുള്ള സെൻട്രൽ വിക്കറ്റ് പാകിസ്ഥാനെ ഇന്ത്യ തകർത്തെറിഞ്ഞ വിക്കറ്റ്. കുൽദീപ് യാദവ് 3 വിക്കറ്റ് നേടിയ അതേ പിച്ചിലാണ് ഇന്ന് മത്സരം. ഇന്ത്യൻ സ്പിന്നർമാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ശ്രീ പി രംഗനാഥൻ, 2023 നവംബറിന് ശേഷം ഇങ്ങോട്ട് നടന്ന 13 മത്സരങ്ങളിലും രോഹിത് ശർമ്മക്ക് ടോസ് കിട്ടിയിട്ടില്ല, ടോസ് നേടാനായിട്ടില്ല എന്നുള്ളൊരു ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം ടോസിന്റെ ഒരു സാഹചര്യം, ടോസ് നിർണായകമാണ്. 2ാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് ഒരു നേരിയ മുൻതൂക്കം ആ ഗ്രൗണ്ടിലുണ്ടല്ലോ. അപ്പം രോഹിത്തിന് വീണ്ടും ടോസ് കിട്ടുമോ? ടോസ് കിട്ടിയാൽ ഇന്ത്യയുടെ തീരുമാനം, അതിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്കയില്ലാതെ തന്നെ നമുക്ക് പറയാമല്ലോ അല്ലെ? ടോസ് വളരെ നിർണായകമാണ്. കാരണം പ്രത്യേകിച്ച് ആദ്യം ബാറ്റ് ചെയ്ത് ആ ടീമിന് ഒരു 300 ഒക്കെ സ്കോർ ചെയ്യുകയാണെങ്കിൽ 2ാമത് ചേസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് സ്പിന്നേഴ്സ് ഉള്ള സാഹചര്യത്തിൽ. അത് മാത്രമല്ല, ഇപ്പൊ ന്യൂസിലാൻഡിന്റെ ഒരു പേസ് കരുത്തുണ്ട്. റൂർക്കി എന്നുള്ള ഫാസ്റ്റ് ബോളർ, അതുകൂടാതെ ജെനിസൺ എന്നുള്ള ഫാസ്റ്റ് ബോളർ, ഇവരെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അവര് ഇന്ത്യ ഇപ്പൊ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പേസ് അറ്റാക്കിനെയും കൂടെ നമ്മൾ സ്ട്രഗിൾ ചെയ്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നല്ലൊരു തുടക്കം ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും ആ പവർ പ്ലേയിൽ നല്ലൊരു തുടക്കം അനിവാര്യമായിരിക്കുന്നു ഫൈനൽ എന്നുള്ള ഒരു പ്രതീതി. ഇവിടെയാണ് ടോസ് നിർണായകമാകുന്നത്. കാരണം ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ബാറ്റ് ചെയ്യുന്നതന്നെ വിശ്വസിക്കാം. നല്ലൊരു സ്കോർ പടുത്തി ഉയർത്തേണ്ടിയിരിക്കുന്നു. ഒരു വിക്കറ്റ് ഒന്നും ആദ്യം പോകാതെ ഇന്ത്യയുടെ ബാറ്റിംഗ് പൊതുവെ ഇപ്പൊ വളരെ കരുത്തരായിട്ടുള്ള എല്ലാ ഫോമിലോട്ട് വന്നിരിക്കുന്ന ഒരു ബാറ്റിംഗ് നിരയാണ്. അപ്പൊ മറുവശത്ത് ന്യൂസിലാൻഡിന്റെ ബോളിങ്ങിനെ നമുക്ക് ഒരിക്കലും കുറഞ്ഞു കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ന്യൂസിലാൻഡും അതുപോലെ തന്നെയാണ്. ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവര് 300-ലധികം റൺസ് നേടുകയാണെങ്കിൽ പിന്നീട് ചേസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പൊ ഏത് ടീം ആദ്യം ബാറ്റ് ചെയ്യുന്നു അവിടെ ഒരു 250-നുള്ളിൽ മടക്കാനായിട്ട് ബോൾ ചെയ്യുന്ന ടീം ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് ബാറ്റിംഗിന്റെ ഒരു കരുത്ത് ഇരു ടീമുകളുടെ നമ്മൾ പറയേണ്ടത്. വളരെ 2 വിക്കറ്റ് അത് വളരെ ക്രൂഷ്യലാണ്. ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ വില്യംസന്റെയും രവീന്ദ്രയുടെയും ഈ 2 വിക്കറ്റ് ആയിരിക്കും ഏറ്റവും ക്രൂഷ്യലായിട്ട് വരിക. മറ്റുള്ളവരൊക്കെ സ്പിന്നേഴ്സിനെ അത്ര നന്നായിട്ട് കളിക്കുന്ന താരങ്ങളായിട്ട് നമുക്ക് കരുതാൻ സാധിക്കില്ല.
പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്പിൻ അറ്റാക്കിന്റെ കരുത്ത്. എങ്കിൽ തന്നെയും ഇന്ന് ടോസ് വളരെ നിർണായകമാണ്. ടോസ് ആര് നേടിയാലും ഒരു 300 സ്കോറൊക്കെ വരികയാണെങ്കിൽ തിരിച്ച് ചേസ് ചെയ്യുക ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. യെസ്, ശ്രീ ഡോക്ടർ അജിത് കുമാർ, ഈ നമ്മുടെ രോഹിത് ശർമ്മയുടെ കാര്യത്തിലേക്ക് വന്നാൽ, രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുടെ ഏതാണ്ട് ഒരു അവസാന വർഷത്തേക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കാണല്ലോ ഇപ്പോൾ പൊതുവെയുള്ള സംസാരം. 2027 ലോകകപ്പ് വരുമ്പോൾ പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തണം. അതിന് മുന്നോടിയായി രോഹിത് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചാമ്പ്യൻസ് ട്രോഫിയും കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരാധകരുണ്ട്. രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. പല ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ICC ടൂർണമെന്റുകളിൽ ഒരുപക്ഷെ അവസാനത്തെ ക്യാപ്റ്റൻസിയിൽ അവസാനത്തേതാകാം എന്നൊക്കെ പറയുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് രോഹിത്തിന്റെ ഒരു ഇന്നത്തെ അദ്ദേഹത്തിന് എത്രമാത്രം നിർണായകമാണ്? ഒപ്പം രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഈ കപ്പ് ഉയർത്തുമ്പോൾ എത്രമാത്രം മധുരമുണ്ടാകും അതിന്? ക്യാപ്റ്റൻസിയെ കുറിച്ച് യാതൊരു സംശയം. ഇപ്പൊ താങ്കൾ തന്നെ ആദ്യം തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചല്ലോ, വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവ്. അതായത് ICC ടൂർണമെന്റ്സിൽ 29 മത്സരത്തിൽ 26 മത്സരം ജയിച്ച ഒരു ക്യാപ്റ്റനാണ് രോഹിത്. അപ്പൊ ക്യാപ്റ്റൻസി മികവ് നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല. പക്ഷെ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ, കാരണം അദ്ദേഹം ഒരു ഫ്ലാഷസ് ഓഫ് ബ്രില്യൻസേ കാണിച്ചിട്ടുള്ളൂ. ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് ബംഗ്ലാദേശിനായിട്ടുള്ള ആദ്യത്തെ മത്സരത്തിൽ 42 റൺ എടുത്തുള്ളൂ. പക്ഷെ 42 റണ്ണായിരുന്നു. ആ മുസ്തഫിർ റഹ്മാനെ റഹീമിനെ ശരിക്കും ഇങ്ങനെ ഒരു മേർഡർ ഒരിടത്തും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഇത്രയും അദ്ദേഹത്തെ പൾവറൈസ് ചെയ്ത ഒരു മാച്ചും ഉണ്ടായിട്ടില്ല. പക്ഷെ കഷ്ടായത്തിൽ നന്നായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ഔട്ടാവും. ഓസ്ട്രേലിയക്ക് അത് തന്നെ എന്തൊരു ബിഗിനിങ് ആയിരുന്നു. 28 റണ്ണത്ത് പറയുമ്പോഴേക്കും 28 ആയി. അദ്ദേഹം ആ ഒരു തുടക്കം നല്ലൊരു തുടക്കമായിരുന്നു. പെട്ടെന്ന് എഗൻസ്റ്റ് ദ ടൈഡ് എന്ന് പറഞ്ഞ പോലെ ഔട്ടാവും. ആ ഒരു ടെൻഡൻസി മാറിക്കിട്ടിയാൽ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഫ്രീ സ്കോറിംഗ് ബാറ്റ്സ്മാൻ ആണ്. നമ്മൾ ആ ഇംഗ്ലണ്ട് സീരീസിൽ ഇംഗ്ലണ്ടായിട്ട് ആ സെഞ്ചുറി, ഞാൻ അതിനു മുമ്പ് അദ്ദേഹത്തെ വളരെയധികം വിമർശിച്ചാണ്. അദ്ദേഹത്തെ നമ്മൾ മാറ്റണമെന്ന് വളരെയധികം പല മാധ്യമങ്ങളിലും ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ ഇംഗ്ലണ്ടായിട്ടുള്ള ആ സെഞ്ചുറി കണ്ടപ്പോൾ മനസ്സിലായി രോഹിത്തിന് ഇപ്പോഴും ക്രിക്കറ്റ് ഇഷ്ടംപോലെ ബാക്കിയുണ്ട്, യാതൊരു സംശയമില്ല. അതുപോലെ ഒരു ഇന്നിങ്സ് അദ്ദേഹത്തിന് ഇന്ന് എടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇന്ന് ഓപ്പണിംഗ് പെയർ വളരെ ക്രൂഷ്യലാണ്. രംഗം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ചാമ്പ്യൻസനും റൂക്കിയും ഇണ്ടായത്തിന് അവരും രണ്ടുപേരും വളരെ മാരക ബോളേഴ്സാണ്. മാറ്റ് ഹെൻറി ഇല്ലാത്തത് കൊണ്ട് ന്യൂസിലൻഡിന്റെ ബോളിംഗ് വീക്കൊന്നും ആവാൻ പോളില്ല. കാരണം ചാമ്പ്യൻസൺ ഇപ്പൊ തിരിച്ചു വന്നതിന് ശേഷം വളരെ നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. ഹെൻറി ശരിയാണ് ഏറ്റവും നന്നായിട്ട് 10 വിക്കറ്റ് എടുത്തു കഴിഞ്ഞു അദ്ദേഹം ഈ സീരീസിൽ. അദ്ദേഹത്തിന്റെ ആബ്സെൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം ഹെൻറിയെ ഇന്ത്യൻ ബോളർ ബാറ്റ്സ്മാൻമാർക്ക് ഏറ്റവും പേടിയുള്ള ഒരു ബോളർ ഹെൻറിയാണ്. എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടില്ലേ, ആദ്യത്തെ 3 വിക്കറ്റ് 2 വിക്കറ്റ് ഹെൻറിക്കാണ്. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ഹെൻറിക്കാണ്. അപ്പൊ വിക്കറ്റ് എടുക്കുന്നതിന് ഒരു കപ്പാസിറ്റി ഹെൻറിക്കുണ്ട്. പക്ഷെ ആ ഹെൻറിയുടെ ആബ്സെൻസിലും അവർക്ക് ഉയർന്ന തലത്തിൽ വരാം. പക്ഷെ മറ്റുള്ള ബോളേഴ്സിന് കൃത്യമായിട്ട് കളിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും രോഹിത്തിന്റെ മേലുണ്ട്. രോഹിത്തിന്റെ മേലുണ്ട്. വീരോഹിതമാകട്ടെ എന്തായാലും നായകന്റെ ഈ മത്സരവും ഫൈനൽ പോരും. സഫാൻ റാഷിദ് തുടരുകയാണ്. സഫാൻ, ഇന്ത്യയും ന്യൂസിലൻഡും നേർക്കുനേർ ഏറ്റുമുട്ടിയതിന്റെ ഒരു കണക്ക് നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് നിർണായക മത്സരങ്ങളിൽ ഇന്ത്യക്ക് ന്യൂസിലൻഡിനെ മറികടക്കാനായിട്ടില്ല എന്നുള്ളൊരു ചരിത്രം കൂടിയുണ്ട്. 2000 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിലൊക്കെ നമ്മളത് കണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു തട്ടിച്ചു നോക്കൽ, ഈ ഒരു ചരിത്രം എങ്ങനെയാണ് ഇന്ത്യ ന്യൂസിലൻഡ് തമ്മിലുള്ള? നമ്മൾ ഈ ന്യൂസിലാൻഡിന് നമ്മൾ മുൻകാലത്ത് പറഞ്ഞിരുന്നത് അതൊരു സെമി ഫൈനൽ ടീമാണ് എന്നായിരുന്നു. പക്ഷേ ഒരു 2015 ശേഷം അവരൊരു ഫൈനൽ ടീമായി മാറി. ഇപ്പോൾ 2015 ഏകദിന ലോകകപ്പിൽ അവർ ഫൈനലിൽ എത്തിയിരുന്നു. 2019 അവർ വീണ്ടും ഫൈനലിൽ എത്തി ഏകദിന ലോകകപ്പിൽ. രണ്ടിലും അവസാന നിമിഷത്തിലാണ്. പ്രത്യേകിച്ച് 2019 ബൗണ്ടറി എണ്ണിയിട്ടാണ് ലാസ്റ്റ് ഇംഗ്ലണ്ടിന് കിരീടം കൊടുത്തു. അതേസമയം തന്നെ അവർക്ക്, അതായത് 6 ഫൈനലുകളാണ് അവർ ഇതുവരെ ഫൈനലുകൾ കളിച്ചത്. അതിൽ അവർ 2 തവണയാണ് കിരീടം നേടിയത്. അതിൽ 2 തവണയും അവർ ഇന്ത്യയാണ് തോൽപ്പിച്ചത് എന്നൊരു കൗതുകമുണ്ട്. പിന്നീട് നോക്കൌട്ട് മത്സരങ്ങളിൽ അവർക്ക് ഇന്ത്യക്ക് മേലെ അടിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം 2019 ഏകദിന ലോകകപ്പിൽ സെമി ഫൈനലിൽ അവർ ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. അന്ന് പ്രത്യേകിച്ച് ഈ മാറ്റ് ഹെൻറിയൊക്കെ മികച്ച ഫോമിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതേസമയം 2023 ലോകകപ്പിൽ ഇന്ത്യ അവർക്കെതിരെ സെമി ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് തിരിച്ചടിച്ചിട്ടുമുണ്ട്. ഒരു നോക്കൌട്ട് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡിന് ഇന്ത്യക്ക് മേൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് ഒരു പ്രഷർ സിറ്റുവേഷൻ, പ്രത്യേകിച്ചും ഇന്ത്യക്ക് ഒരു നോക്കൌട്ട് സ്റ്റേജ് എത്തുമ്പോൾ പ്രത്യേകിച്ചും കാണികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രഷർ സിറ്റുവേഷനെ മറികടക്കാൻ സാഹചര്യം വരുമ്പോൾ ന്യൂസിലാൻഡ് കുറച്ചുകൂടി
കുറച്ചുകൂടിയും കൂളായിട്ട് കളിക്കുന്ന ടീമാണ്. അതുമാത്രമാണ് അവർക്ക് ഇന്ത്യക്ക് മേലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അവരെക്കുറിച്ച് പറയുകയാണെങ്കിലും അവരുടെ ഒരു ഗോൾഡൻ ജനറേഷനാണ്. ഞാൻ പറഞ്ഞു പോയ 10 വർഷത്തിനുള്ളിൽ അവർ ഇറങ്ങുന്ന 5ാമത്തെ ഫൈനലാണ്. അതിൽ അവർ 2 ഏകദിന ലോകകപ്പും ഒരു T20 ലോകകപ്പും അവർ ഫൈനലിൽ തോറ്റു. അപ്പോൾ അവരുടെ ഈ ഒരു ജനറേഷൻ, പ്രത്യേകിച്ചും കെയ്ൻ വില്യംസണൊക്കെ ഒരു തോൽവി കൂടിയും അവർക്കും ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് അവരും അവരുടെ മാക്സിമം തന്നെ ശ്രമിക്കുമെന്നാണ്. കെയ്ൻ വില്യംസിന്റെ പേര് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 2000-ലെ ആ മത്സരം ഒരിക്കൽ കൂടി ഓർമ്മ വരുന്നു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു 90s കിഡ്സിന്റെ ഹൃദയം തകർത്ത ഫൈനൽ, ഒറ്റയാനെ പോലെ മതിച്ചിറങ്ങിയ ക്രിസ് കെയ്ൻസിന്റെ പേര് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ദാദയുടെ സംഘം അന്ന് പകച്ചു പോയ നിമിഷം. ശ്രീ ഡോക്ടർ അജിത് കുമാർ, നമ്മൾ ഈ ചർച്ചയ്ക്ക് മുൻപൊന്ന് സംസാരിച്ചപ്പോൾ ആ മത്സരം എന്റെ മനസ്സിൽ നിന്നും ആയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു തിരിച്ചടി വേണ്ടേ? തീർച്ചയായിട്ടും ആ മത്സരം എങ്ങനെ മറക്കും? സൗരവ് ഗാംഗുലിയുടെ ആ സെഞ്ചുറി, 117, സച്ചിൻ തെണ്ടുൽക്കറിന്റെ 64. നമ്മൾ ജയിച്ചു എന്നുള്ള മത്സരമാണ് കെയ്ൻസ് കംപ്ലീറ്റ് അങ്ങനെ തിരിച്ചറിഞ്ഞത്. എനിക്ക് ഇത്രയധികം സങ്കടം ഉണ്ടായിരുന്നു. കാരണം യുവരാജ് സിംഗ് ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആ സീസൺ കൂടിയാണ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയായിട്ടും ഓസ്ട്രേലിയയായിട്ടും വളരെ ഗംഭീരമായിട്ട് മത്സരങ്ങൾ കളിച്ചതും നമ്മൾ ഫൈനലിലെത്തുന്നതും. ആ ഫൈനലിലെത്തിയപ്പോൾ എല്ലാവരും സന്തോഷം. ഈ ഫൈനൽ നമുക്ക് ഇന്ത്യയുടെ ആണ്. അത് പ്രത്യേകിച്ചും അന്ന് അത്രയും സ്ട്രോങ് അല്ലാത്തൊരു ന്യൂസിലൻഡ് ടീമാണ് അന്ന് ഫൈനൽസിൽ എത്തുന്നത്. ഫ്ലെമിംഗ് ആണ് അന്ന് ക്യാപ്റ്റൻ. പക്ഷെ ഫ്ലെമിംഗ് ഒരു നല്ലൊരു പ്ലെയർ ആണെന്നത് യാതൊരു സംശയമില്ല. പക്ഷെ ക്രിസ് കെയ്ൻസ് എന്നുള്ള ആ ഒരു ബാറ്റ്സ്മാന്റെ ആ മികവ്, അദ്ദേഹം ആ ഇന്ത്യൻ ബോളേഴ്സിനെ അന്ന് തകർത്തിനെ പറ്റി ആയിരിക്കുമ്പോൾ സഹീർ ഖാനെയൊക്കെ പിടിച്ച് 6 അടിക്കുന്നത് കണ്ടപ്പോ വിഷമിച്ചു പോയി. കാരണം ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്ത സഹീർ ഖാനെയാണ് അദ്ദേഹം ഏറ്റവും മോശമായിട്ട് അന്ന് സഹീർ ഖാനെ, വെങ്കടേഷ് പ്രസാദിനെ, യുവരാജ് സിംഗിനെ, സച്ചിൻ ടെണ്ടുൽക്കറെ ഉൾപ്പെടെ ഇന്ത്യൻ ബൗളർമാരെ തലങ്ങും വിലങ്ങും ക്രിസ് കെയ്ൻസ് അന്ന് റൺസ് നേടി. അതിനുശേഷം സ്റ്റീഫൻ ഫ്ലെമിംഗ് തൂവള്ള വസ്ത്രമണിഞ്ഞ് ഡഗ്ഔട്ടിൽ വലിയ വിജയാഹ്ലാദം നടത്തി. അതിനൊരു തിരിച്ചടി വേണ്ടേ എന്നുള്ളതാണ് 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ത്യ ന്യൂസിലൻഡ് നേർക്കുനേർ